ഹലോ ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹൽദി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രദറിലോ കല്യാണം കഴിക്കാൻ പോണ കുട്ടിയുടെ ബ്രദറിൻ്റെ കല്യാണമാണ് ഈ ആഴ്ച. അടുത്ത ആഴ്ചയാണ് ഏട്ടൻ്റെ കല്യാണം. അപ്പോൾ ഞങ്ങളിത് അവളുടെ വീട്ടിലേക്ക് പോകണം. അവളുടെ അടുത്ത് തന്നെയാണ്, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവളുടെ വീട് കേട്ടോ. അവളുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഏട്ടൻ ആദ്യം ബൈക്കിൽ പോയി. അപ്പോൾ എന്നിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം ഇവിടെ ഉണ്ട് കൊണ്ട് കാണിച്ചു തരാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അത് ദക്ഷിണ കൊടുക്കലൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ദക്ഷിണ കൊടുക്കണമെങ്കിൽ ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തു. അപ്പം ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നു. അത് ക്ലിയറായിട്ട് കിട്ടിയില്ല. ഞാൻ നല്ല പൊക്കി പിടിച്ചിട്ടൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ അതിങ്ങനെ കിട്ടിയില്ല കേട്ടോ. എന്നാലും കിട്ടണ പോലെ ഞാൻ അങ്ങനെ എടുത്തു. അത് കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഒരു വീഡിയോ എടുത്ത് എനിക്ക് കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ ഉണ്ടത്ര. അപ്പോൾ ഞാനും ഏട്ടനിങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് പരിപാടി കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നിരുന്നപ്പോൾ ഒരു വീഡിയോ എടുത്തു, അച്ഛൻ്റെയും അമ്മയുടെയും ഏട്ടൻ്റെയൊക്കെ ഒപ്പം. അത് കഴിഞ്ഞ് പിന്നെ ഗ്രൂമിൻ്റെ ഫോട്ടോ എടുക്കലും. അത് കഴിഞ്ഞ് ഏട്ടനും ജയശ്രീയാണ് കേട്ടോ ഏട്ടൻ കല്യാണം കഴിക്കാൻ പോണ കുട്ടി. അപ്പോൾ അവളും ഏട്ടനും കൂടി ജയശ്രീട്ടന്, അതായത് അവളുടെ ബ്രദറിന് ഗിഫ്റ്റ് കൊടുക്കുകയാണ്, കല്യാണച്ചെക്കിന് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോയും കാല് പിടിക്കുന്നതിൻ്റെ ഫോട്ടോ അതൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് വീഡിയോ എടുക്കുകയാണ്. കല്യാണത്തലേന്നത്തെ തിരക്കും ബഹളമൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കല്യാണം ഓർമ്മ വരും കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയാണോ? കല്യാണം കഴിഞ്ഞവർക്കൊക്കെ ഇങ്ങനെ കല്യാണത്തിനും കല്യാണ ഫംഗ്ഷനുകളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കല്യാണ ദിവസം ഓർക്കാറുണ്ടോ? അങ്ങനെ ഒരു പേഴ്സിൽ തന്നെ 5-6 വട്ടം അവർ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതോ നല്ലത് നോക്കിയിട്ടല്ലേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടായിരിക്കും അങ്ങനെ അവർ അങ്ങനെ തിരിഞ്ഞ് അങ്ങനെ എടുപ്പിക്കുന്നുണ്ട് ഓരോ ഫോട്ടോ. അതൊക്കെ കഴിഞ്ഞ് അവർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ വലിയ സെലിബ്രിറ്റീനെ പോലെ ഏട്ടൻ വരുന്ന എത്ര നേരം സ്റ്റേജിലായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഇതിൽ ഹായ് ഒക്കെ കാണിച്ച് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, വിമിത എന്ന പേര്. അപ്പോൾ ആൾ അൺഎക്സ്പെക്റ്റഡായി എടുക്കാൻ പറഞ്ഞൊന്നല്ല കേട്ടോ ഈ ഫോട്ടോ വീഡിയോ ഒക്കെ. അത് കഴിഞ്ഞിട്ട് കൊച്ചിൻ്റെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഫംഗ്ഷനൊക്കെ കാണാണ്. അത് കഴിഞ്ഞിട്ട് കേക്ക് കട്ടിങ് ആയി. അപ്പോൾ ഞാനതൊരു ഫ്രണ്ടിലേക്ക് പോയി കേട്ടോ. കേക്ക് കഴിക്കാനല്ല, അത് കറക്റ്റായിട്ട് വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫ്രണ്ട് പോയി. അപ്പോൾ ഒരു കേക്ക് മുറിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫങ്ഷൻസിനൊക്കെ പൊട്ടിക്കുന്ന പോപ്പറില്ലേ, അതൊക്കെ പൊട്ടിച്ചിട്ട് കേക്ക് കൂടെയൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കേക്കൊക്കെ മുറിച്ചവരെല്ലാവർക്കും കൊടുത്തു. അതുകൊണ്ട് ഞങ്ങൾ 2-3 വീഡിയോ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇത് ജയശ്രീയുടെ അമ്മായിയാണ് കേട്ടോ. അപ്പോൾ ആളെല്ലാവർക്കും കേക്ക് കൊടുന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പുറത്ത് എൻ്റെ അമ്മ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, പക്ഷേ 30 അറിഞ്ഞിട്ടില്ലാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ എൻ്റെ അമ്മ അങ്ങനെ വീഡിയോയ്ക്ക് നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കാണാം അങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ എവിടെ ചെന്നാലും നീ തോരം തരില്ലോ എന്നാണ് കേട്ടോ നമ്മുടെ മനസ്സിൽ. എന്നിട്ട് കേക്കൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവർ അറിഞ്ഞിട്ടില്ല തോന്നുന്നു. ഞാൻ പറയുന്നുണ്ടെന്ന് ചിരിക്കുന്നൊക്കെ പറയുന്നുണ്ട്, കേട്ടിട്ടില്ല തോന്നുന്നു തിരക്കിൻ്റെ ഇടയിൽ കൂടി. പിന്നെ ഞങ്ങൾ ഫാമിലി ഫോട്ടോ എടുക്കാൻ നിന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി എടുത്തു, എൻ്റെ അമ്മയും അനിയത്തിയും പിന്നെ ഏട്ടനും ജയശ്രീയും അവിടുത്തെ അച്ഛനും അമ്മയും എല്ലാവരും. പിന്നെ അതായത് ഞങ്ങൾ ഗ്രൂമിൻ്റെ ഒപ്പം ഞങ്ങൾ രണ്ടാളും ഓരോ ഫോട്ടോ എടുത്തു. ആളാകെ ക്ഷീണിച്ചു കേട്ടോ ഫോട്ടോസ് എടുത്തെടുത്തിട്ട്. പിന്നെ ഞങ്ങളങ്ങനെ കഴിക്കാൻ വന്നു കേട്ടോ. ഫുഡ് സെക്ഷനിലെത്തി. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കാമെന്ന് തോന്നുന്നില്ലല്ലോ അല്ലേ? അത് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടല്ലോ. എന്നാലും അവളെ ട്രോളായിരുന്നു എൻ്റെ പണി. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്, അവളുടെ കണ്ണ് നല്ല ഒരു പ്രത്യേകതരം കണ്ണാട്ടോ, പൂച്ചക്കണ്ണും അല്ല, ഒരു ബ്രൗണിഷ് കളറാട്ടോ. അപ്പോൾ അങ്ങനെ ഏട്ടൻ പറയുകയാണ്, ബംഗാളിൽ നിന്ന് ബലൂൺ വെക്കാൻ വന്ന ചേച്ചീനെ മേക്കപ്പ് ചെയ്തിട്ടിരിക്കുകയാണെന്നൊക്കെ പറയുകയാണേ. കുട്ടിക്ക് കേട്ടിട്ട് വയ്യാണ്ടായിരുന്നു. എന്നിട്ട് അവസാനം ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ വർത്താനം അങ്ങനെ പറഞ്ഞിരുന്നു കഴിക്കണം. അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഏട്ടനാട്ടോ, പ്രഭാതേട്ടൻ. അപ്പോൾ ആളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വൈറലാക്കാൻ പറഞ്ഞിട്ട് എടുത്താണേ. പിന്നെ അങ്ങനെ ഫുഡൊക്കെ വന്നു. ഗീ റൈസും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. നല്ല ഫുഡാട്ടോ, റൈസും കറിയൊക്കെ നന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും പിന്നെ മേഘ വന്നു. മേഘ ഏട്ടൻ്റെ കസിനാട്ടോ, എൻ്റെ ഫ്രണ്ടുമാണ്. അപ്പോൾ അവൾ വീഡിയോ കണ്ടപ്പോൾ നീ ഇവിടെയും വന്നോ എന്നുള്ള എക്സ്പ്രഷനിലാട്ടോ ഹായ് കാണിക്കുന്നത്. എന്നിട്ട് ഏട്ടനൊക്കെ കഴിക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കല്യാണച്ചക്കൻ്റെ ഒപ്പം ഒരു വീഡിയോ എടുത്തു കേട്ടോ. അങ്ങനെ ഹൽദി വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ നാളെ മാരേജ് വ്ളോഗായിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.